പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് പറവൂരിൽ എത്തിച്ചേരുന്നു. വൻ സ്വീകരണ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പറവൂർ പ്രസ് ക്ലബിന് നൽകിയ പത്രസമ്മേളനത്തിൽ പറവൂർ നിയോജക മണ്ഡലം UDF ചെയർമാൻ PS രഞ്ജിത്ത് അറിയിച്ചു. ഈ ജാഥ ശരിക്കു പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുത്തു. ഈ വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് പല പ്രമുഖരും UDFിനോട് സഹകരിക്കാൻ, കോൺഗ്രസിനോട് സഹകരിക്കാനൊക്കെ ആയിട്ട് പല ജില്ലകളിലും മുന്നോട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ 20-ാം തീയതി പറവൂരിൽ എത്തുമ്പോഴും ഈ ജാഥയ്ക്ക് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ നൽകുന്നതിനേക്കാൾ വലിയൊരു സ്വീകരണം ഈ ജാഥയ്ക്ക് പറവൂരിൽ ഒരുക്കണം എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. ചേന്നമംഗലം കവലയിൽ എത്തിച്ചേരുന്ന പ്രതിപക്ഷ നേതാവിനെയും സംഘത്തെയും ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരണ സ്ഥലമായ സെൻട്രൽ ഓഡിറ്റോറിയം മൈതാനിയിലേക്ക് ആനയിക്കുമെന്ന് AICC മെമ്പർ KP ധനപാലൻ മാധ്യമങ്ങളെ അറിയിച്ചു. കടന്നുവരുന്ന 7 ജില്ലകളിലും യാത്രയെ വരവേൽക്കാൻ തടിച്ചുകൂടിയ വൻ ജനക്കൂട്ടം ഈ യാത്രയെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ തെളിവാണെന്നും അദ്ദേഹം അറിയിച്ചു. വി.ഡി. സതീശൻ നയിക്കുന്ന ജാഥ എറണാകുളം ജില്ലയിൽ 20-ാം തീയതി രാവിലെ 10 മണിക്ക് ആലുവയിലാണ് ആദ്യത്തെ സ്വീകരണം. അത് കഴിഞ്ഞ് അങ്കമാലിയിലും, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കളമശ്ശേരിയിലും, 4 മണിക്ക് പറവൂരും, 5 മണിക്ക് വൈപ്പിൻകരയിലും, 6 മണിക്ക് എറണാകുളം. പിറ്റേ ദിവസം കുന്നത്തുനാട്, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം നിയോജക മണ്ഡലങ്ങളിലെ പര്യടന പരിപാടി പിറ്റേ 21-ാം തീയതിയാണ്. അതിൻ്റെ സമാപനം മൂവാറ്റുപുഴയാണ്. ഈ ജാഥയുടെ സ്വീകരണ പരിപാടിയെക്കുറിച്ചൊക്കെ UDFിൻ്റെ നേതൃത്വത്തിലാണ് ജാഥ നടക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞതുപോലെ വലിയ വരവേൽപ്പാണ് കിട്ടിയിട്ടുള്ളത്. പറവൂര് അദ്ദേഹത്തിൻ്റെ 4 നൂറ്റാണ്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വലിയ സ്വീകാര്യതയാണ് ഒരു MLA എന്ന രീതിയിൽ സതീശന് പറവൂരിൽ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ സതീശന് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും സംഘടിതമായി മുന്നോട്ട് വരികയാണ്. ഗവൺമെൻറ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ഒരു MLA എന്ന രീതിയിൽ മറ്റ് 140 മണ്ഡലങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി പറവൂരിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളിലും വികസന പ്രശ്നങ്ങളിലും പ്രശ്നങ്ങളിലും ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു MLA പ്രതിപക്ഷ നേതാവായി പാർട്ടിയുടെ മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കുന്നത് പാർലമെന്റിലാണ്. ജയിച്ചു വരുന്ന MLAമാരുടെ അഭിപ്രായം കേട്ടു, ഹൈക്കമാൻഡ് ആ അഭിപ്രായം കേട്ടു, ആർക്കാണോ അംഗീകാരം കിട്ടുന്നത് അവരെയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് പേര്, എല്ലാവരും കഴിവുള്ളവരും മികവ് പ്രകടിച്ചത്. അപ്പം അതുകൊണ്ട് ഇന്നയാൾ മുഖ്യമന്ത്രിയാകണം, നമ്മളെല്ലാം പറവൂരിൻ്റെ വികാരം അനുസരിച്ചിട്ട് സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹമുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ്. ദേശീയ, സംസ്ഥാന, ജില്ലാ തല UDF നേതാക്കൾ പങ്കെടുക്കും. DCC ജനറൽ സെക്രട്ടറിമാരായ KA അഗസ്റ്റിൻ, കൊച്ചു ത്രേസ്യ ജോയ്, MJ രാജു, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ MS റെജി, ഫ്രാൻസിസ് വലിയപറമ്പിൽ, റോഷൻ ചാക്കപ്പൻ, KK ബഷീർ, സന്തോഷ് തട്ടാമ്പടി, KK അബ്ദുള്ള, PS ഉദയഭാനു തുടങ്ങി ഘടകകക്ഷി നേതാക്കളും പറവൂർ ഗസ്റ്റ് ഹൗസിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.